അവസരം തന്ന ഡോക്ടർ ബിന്നി ഉൾപ്പെടെ സത്സംഗത്തിന്റെ പിന്നണി നിൽക്കുന്ന എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചോളൂ. അതേസമയം ഇങ്ങനൊരു വിഷയം, ഓട്ടം എന്നൊരു വിഷയം കേട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഓടി വന്ന ഇവിടെ കുടിക്കുന്ന 30 പരം എല്ലാ ആൾക്കാർക്കും എന്റെ സ്നേഹം സന്തോഷവും അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് കരുതി. ആദ്യം തന്നെ എന്നെ ഒന്ന് ചെറുതായി പരിചയപ്പെട്ടു. ഞാൻ ഡോക്ടർ ജേക്കബ്. ഞാൻ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ആയുർവേദ ബിരുദം നേടി. അതിനുശേഷം ആരോഗ്യത്തിനെ കുറിച്ച് സാമൂഹിക തലത്തിൽ ഒരു അറിയാനും ആ രീതിയിൽ പ്രവർത്തിക്കാനും ഉള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ പൊതുജനാരോഗ്യത്തിൽ ഒരു ബിരുദാനന്തര ബിരുദം മുംബൈയിലുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടുകയുണ്ടായി. അതിനുശേഷം ഞാനിപ്പോ ലക്നൌവില് ഒരു NGOയില് ഇവിടുത്തെ ഗവൺമെന്റിന് ആരോഗ്യവുമായി സംബന്ധിച്ചിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ജോലിയാണ് ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ ഈ വർഷം ഞാൻ അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിനിൽ നിന്ന് മാരത്തോൺ ട്രെയിനർ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്റെ ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് പറയുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പൊതുവായിട്ടുള്ള ഇപ്പൊ മാരത്തോൺ, ഹാഫ് മാരത്തോൺ എന്നുള്ളതൊക്കെ ഇപ്പൊ സാധാരണ കാര്യമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും എല്ലാ ആഴ്ചയും ഓരോ റേസുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ചെറുതായിട്ട് ഞാനൊന്ന് മാരത്തോൺ എന്ന് പറഞ്ഞാൽ എത്ര ദൂരാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് കാരണം മാരത്തോൺ എന്ന് പറഞ്ഞാൽ 26.5 മൈൽ, അതായത് 41.195 കിലോമീറ്റർ ആണ് ഒരു മാരത്തോൺ എന്നുള്ളത്. ഹാഫ് മാരത്തോൺ എന്നുള്ളത് 21.1 കിലോമീറ്റർ, അല്ലെങ്കിൽ 13.1 മൈലാണ് ഹാഫ് മാരത്തോൺ. ഈ മാരത്തോൺ ഡിസ്റ്റൻസിന് മുകളിലുള്ള എല്ലാ റേസുകളെയും നമ്മൾ അൾട്രാ മാരത്തോൺ എന്ന് പറയും. ഇപ്പൊ 100 കിലോമീറ്റർ റേസ് ഉണ്ട്, 200 കിലോമീറ്റർ റേസ് ഉണ്ട്, 300 കിലോമീറ്റർ റേസ് ഉണ്ട്. അങ്ങനെ പലതും ലോകത്തിന്റെ പലയിടത്തായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരു മാരത്തോൺ, അതായത് 42 കിലോമീറ്റർ ഓടാൻ എടുക്കുന്ന സമയം എന്നുള്ളത് 4.5 മണിക്കൂറിന്റെ അടുത്താണ് എടുക്കുക. പല പല കാര്യങ്ങളുണ്ട്. പ്രായം, അല്ലെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ തുടങ്ങി പല പല ഘടകങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസിലാണ് നമ്മൾ എത്ര സമയം എടുക്കുക എന്നുള്ളത് നിശ്ചയിക്കപ്പെടുക. ഞാനൊന്ന് പറഞ്ഞത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു മാരത്തോണിൽ ഒരു വേൾഡ് റെക്കോർഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? വെറുതെ ഗസ് ചെയ്യാം. മാരത്തോൺ വേൾഡ് റെക്കോർഡ് പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഒന്ന് ഗസ് ചെയ്യാമോ? അറിയണമെന്നില്ല, വെറുതെ ഗസ് ചെയ്താൽ മതി. ഇതാണ് ആവറേജ് ഞാൻ പറഞ്ഞു. ഒരു മണിക്കൂർ മാരത്തോണോ? 1 മണിക്കൂറില്ല, 4 മണിക്കൂറാണ് ആവറേജ്. 1:59 ആ 89. അതൊരു ഓടുന്ന ആളുടെ ശബ്ദമാണെന്ന് കേട്ടറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2 മണിക്കൂർ 35 ഒരു റേസ് സർക്കംസ്റ്റാൻസിൽ. 1 മണിക്കൂർ 59 ഉള്ളത് വേറെ പല ഒരു റേസ് ആയിരുന്നില്ല എന്ന് വേറെ കൂട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രൊഫഷണൽ റണ്ണറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. 2 മണിക്കൂർ 30 സെക്കൻഡാണ് പുരുഷന്മാരുടെ വേൾഡ് റെക്കോർഡ്. അതേസമയം സ്ത്രീകളുടെ റെക്കോർഡ് 2 മണിക്കൂർ 10 മിനിറ്റിന്റെ അടുത്താണ്. നോക്കും, നമ്മൾ സാധാരണ ആൾക്കാരും പ്രൊഫഷണൽ ആൾക്കാരും തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ അന്തരം എന്നുള്ളത് വളരെ വലുതാണ് എന്നാണ് ഞാൻ സ്ഥാപിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ മനസ്സിൽ, ഓക്കെ ഇതെന്തോ വലിയ കാര്യമാണ് ഓട്ടം എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കൊന്നും എത്താത്തൊരു കാര്യമാണെന്നൊക്കെ ചിന്ത ഉണ്ടായേക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്നുള്ളത് എന്താണ്? റിക്രിയേഷണൽ റണ്ണിങ് ആണ് നമ്മുടെ വിഷയം. അതായത് നമ്മുടെ ജീവിത തിരക്കുകളുടെ ഇടയിൽ നമ്മുടെ ആരോഗ്യത്തിനും അതേസമയം സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു ഓട്ടം. അങ്ങനെയുള്ള ഒരു ഓട്ടത്തിനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ റിക്രിയേഷൻ റണ്ണിങ്ങിന്റെ ഒരു 3-4 കോർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം, എങ്ങനത്തെ ഒരു ഓട്ടത്തിനാണ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത് എന്നുള്ളത് ഒരു ധാരണ തരാൻ വേണ്ടി 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു കാര്യമാണ് സുഖം, ഹിതം. ഈ 2 വാക്ക്, സുഖം എന്ന് വെച്ചാൽ എന്താണ്? സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്നത് എന്ന അർത്ഥത്തിലാണ് സുഖം ഞാൻ ഉപയോഗിക്കുന്നത്. ഹിതം എന്നുള്ളത് എന്താണ്? നമ്മുടെ ശരീരത്തിന്,
മനസ്സിന് നല്ലതായിട്ടുണ്ട്. ഈ രണ്ട് വാക്കുകളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്നിച്ചു പോയാൽ മാത്രമേ ചില കാര്യങ്ങളൊക്കെ നന്നായി പോകുള്ളൂ. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജനുവരി മാസം വരാൻ പോകുന്നത്. ഇനിയിപ്പോ ജിമ്മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. എല്ലാ ജിമ്മിലും നിറച്ച് തിരക്കും, എല്ലാവരും പോകും. പക്ഷെ ഒരു ജനുവരി പകുതി ആകുമ്പോഴേക്കും കുറച്ച് പേര് പോകും. ജനുവരി അവസാനമൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാരൊന്നും കുറഞ്ഞു വരും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം ഇതാണ് ശരി, അല്ലെങ്കിൽ ആരോഗ്യത്തിന് നോക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ആൾക്കാർ അതിനായിട്ട് ഹിതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ആൾക്കാർ ജിമ്മിൽ പോകുന്നു. പക്ഷെ അവർക്ക് സുഖം കിട്ടാത്ത കാരണം സംഭവിക്കുന്നു, അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നു. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഓട്ടം എന്നുള്ളത് സുഖവുമാണ് ഹിതവുമായിട്ടൊരു കാര്യം. അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രം അതിൽ സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഓട്ടം എന്നുള്ളത് സുഖം തരുന്ന കാര്യമാണ്, അതേസമയം ഹിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതേ സമയത്ത് രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊഫഷണൽ ആയിട്ടുള്ള ഓട്ടക്കാരുടെ സ്പീഡ് അല്ലെങ്കിൽ കാര്യങ്ങൾ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. ഓടുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഓടുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സംതൃപ്തി, ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഒരു പേഴ്സണൽ ലെവലിലായാലും എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, അതായിരിക്കണം നമ്മൾ ഓട്ടം എന്നുള്ള സാധനത്തിന് സമീപിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മോട്ടിവേഷൻ, അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്പേഴ്സ് സെക്കൻഡറി. നമ്മൾ എത്ര സ്പീഡിൽ ഓടി, അല്ലെങ്കിൽ എത്ര റേസ് ഓടി, എത്ര ദൂരം ഓടി, എത്ര പ്രാവശ്യം ഓടി എന്നുള്ളതിന് പിന്നാലെ പോകുന്നതിനല്ല കാര്യം. നമ്മൾ ഓടുന്നതിന് ഒരു ക്വാളിറ്റി, അതെന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്ഥാനം എന്നുള്ളതായിരിക്കണം പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഇതിനെ കുറിച്ച് ഒരു ജപ്പാനീസ് എഴുത്തുകാരനുണ്ട്, മുറാക്കാമി. അദ്ദേഹം 30ാമത്തെ വയസ്സിലാണ് ഓടി തുടങ്ങുന്നത്. അദ്ദേഹം എഴുത്തു തുടങ്ങുന്നത് 30ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം ഓട്ടത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് എഴുതിയ ഒരു വരികളാണ്: ഇൻ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ദ ഓൺലി ഓപ്പണന്റ് യു ഹാവ് ടു ബീറ്റ് ഇസ് യുവർസെൽഫ് ദ വേ യു യൂസ്ഡ് ടു. അപ്പൊ അതായിരിക്കണം നമ്മുടെ മെയിൻ ഒരു എന്താ പറയാ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളെ തന്നെ നവീകരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വേണം നമ്മൾ ഓട്ടത്തിനെ കാണുന്നത്. ഇത് ഓട്ടത്തിൽ മാത്രമാണോ ബാധകം, ജീവിതത്തിലും കൂടി ബാധകമല്ലേ എന്നത് നമുക്കൊക്കെ ഇവിടെ ചിന്തിക്കാവുന്ന മറ്റൊരു വസ്തുതയാണ്. ഇനി ഞാൻ എങ്ങനെ ഓടിത്തുടങ്ങി എന്നുള്ളതും കൂടി ഒന്ന് ചുരുക്കി പറയാമെന്ന് കരുതുന്നു. ഞാൻ ആക്ച്വലി സ്കൂളിലൊക്കെ ഇപ്പൊ LP UP സ്കൂളിലെ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോ ഞാൻ ഈ സ്പോർട്സിലേക്കൊക്കെ 100 മീറ്റർ 200 മീറ്റർ റേസുകളിലൊക്കെ പങ്കെടുക്കും. അപ്പൊ 7 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ 7ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്തൊക്കെ എത്തി. നന്നായിട്ടൊന്നും ഓടാൻ അറിയുന്ന ഒരു നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. പിന്നെ പതുക്കെ ഹൈസ്കൂളൊക്കെ ആയ സമയത്ത് 1500 മീറ്റർ 3000 മീറ്റർ ഓട്ടങ്ങളിലൊക്കെ പങ്കെടുത്തു തുടങ്ങി. അപ്പോ അതിലും സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൂരം കൂടുന്തോറും നമുക്ക് സ്ഥാനത്തിനേക്കാൾ ഉപരിയായിട്ട് പൂർത്തിയാക്കുന്നതിലൊരു വിജയമുണ്ട്. 3000 മീറ്റർ റേസിൽ പങ്കെടുക്കുമ്പോൾ പലരും പൂർത്തിയാക്കാറില്ല, പക്ഷെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാറുണ്ട്. അപ്പൊ അതിൽ എല്ലാവരും പ്രശംസിച്ചു തുടങ്ങി. അപ്പൊ ഒരു സ്കൂൾ കുട്ടി എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് പഠനത്തിലോ ഒന്നിലും വലിയ മികവൊന്നും കാണിക്കാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് അങ്ങനെ കിട്ടിയ അപ്രിസിയേഷൻസ് അല്ലെങ്കിൽ കയ്യടികൾ വളരെ വലിയ കാര്യമാണ്. അപ്പൊ പക്ഷെ അതിന് സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആയി. ദൂരം കൂടുന്തോറും അത് പൂർത്തിയാക്കുന്നതിലൊരു വിജയമുണ്ട്. അതിന് പ്രത്യേകിച്ച് സ്ഥാനത്തിനോ സ്പീഡിനോ വലിയ സ്ഥാനം ഇല്ല എന്ന് എന്റെ മനസ്സിന്, ഉപബോധ മനസ്സിന് രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നാണ് കരുതാൻ. ഇന്ന് ഞാൻ കോളേജിൽ പോയപ്പോ, ആയുർവേദ കോളേജില് ആൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ആകെ കോളേജിൽ 30 പേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഞാൻ 3000 മീറ്റർ റേസിലൊക്കെ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി പരിപാടി കൊള്ളാം, എനിക്ക് ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെ തോന്നി തുടങ്ങിയത് അപ്പോഴാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ സമയത്താണ് എന്റെ UG പഠനം കഴിയുന്നത്. ആ സമയത്ത് എന്റെ ഒരു കസിൻ ഉണ്ട്, അദ്ദേഹം നല്ല വലിയ ഓട്ടക്കാരനാണ്. 100 കിലോമീറ്റർ റേസുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കസിൻ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ നോക്കിയപ്പോ ഇങ്ങനെ ആൾക്കാരൊക്കെ ഓടുന്നുണ്ട്, അപ്പൊ ഞാനും എന്തുകൊണ്ട് ഓടിക്കൂടാ എന്നുള്ളൊരു ചിന്ത വരികയും അങ്ങനെയാണ് ഞാൻ ഓടി തുടങ്ങുന്നത്. ആ സമയത്ത്
തുടങ്ങിയപ്പോ നന്നായിട്ട് ഓടാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ പതുക്കെ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഓടി, 20 കിലോമീറ്റർ. എന്റെ അമ്മയുടെ വീട് കൊടുങ്ങല്ലൂരാണ്, ഞാൻ താമസിക്കുന്നത് ചാലക്കുടി. അപ്പൊ ചാലക്കുടിയിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് ഓടുക, അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പൊ ഇതിലൊരു ഹരം കണ്ടെത്തി തുടങ്ങി. പക്ഷെ അതിൽ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഓടുക, എല്ലാ ദിവസവും ഓടുക, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരാണ് ഒരു ഹാഫ് മാരത്തോൺ പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ സമയത്ത് എനിക്ക് മുട്ടിന് വലിയ പ്രശ്നമായി, നടക്കാൻ തന്നെ പ്രയാസം. അപ്പൊ എല്ലാരും പറയൂല്ലോ ഓടിക്കഴിഞ്ഞാൽ മുട്ടയിടാവും, ഓടിക്കഴിഞ്ഞാൽ മുട്ടയിടാവും. ഞാനും വിചാരിച്ചു ഓടിക്കഴിഞ്ഞാൽ മുട്ടയിടാവും. അപ്പൊ ഞാനും അത് വിശ്വസിച്ചു. പക്ഷെ അപ്പൊ ഓട്ടം നിർത്തി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഓടണം ഓടണം, അതിലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ കോച്ചിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഓൺലൈൻ വഴിയാണ് പരിചയപ്പെടുന്നത്. കേരളത്തിൽ അങ്ങനെ എന്താ ഒരു റണ്ണിങ് കോച്ച്, ഫിറ്റ്നസിന് വേണ്ടി ഒരാളെ സമീപിക്കുക എന്നുള്ളൊരു കൾച്ചർ ആ സമയത്ത് ഇല്ല. നമുക്ക് ആശുപത്രിയിൽ പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആരോഗ്യത്തിന് വേണ്ടി പൈസ കൊടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ അമ്മയച്ഛനും പറഞ്ഞു പോയി നോക്കൂ, എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയോ. അപ്പൊ അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ശേഷമാണ് ഒട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. ഭക്ഷണം, ഉറക്കം, നമ്മുടെ ഡിസിപ്ലിൻ, അങ്ങനെ പല കാര്യങ്ങളുടെ ഒരു ഫലമായിട്ടാണ് നന്നായിട്ട് ഓടാൻ പറ്റാതെ മനസ്സിലായി. അദ്ദേഹത്തിന്റെ എന്റെ കോച്ചിന്റെ കൂടെ വർക്ക് ചെയ്ത ശേഷമാണ് ഞാൻ ഹാഫ് മാരത്തോൺസ് ഒക്കെ നല്ല രീതിയിൽ ഓടാൻ തുടങ്ങി. ഇക്കൊല്ലം ആദ്യമായിട്ട് ഞാൻ ഫുൾ മാരത്തോൺ 42 കിലോമീറ്റർ പൂർത്തിയാക്കി. അതേസമയം ഇതിന്റെ പാരലായിട്ട് എന്റെ കൂടെയുള്ള പലരും, എന്റെ പാർട്ട്ണർ ആയാലും എന്റെ കസിൻസ് ആയാലും എല്ലാരും ഓടാൻ തുടങ്ങി. ഒരു കുറച്ചൊരു എന്താ പറയാ കണ്ടേജിയസ് സ്വഭാവം ഉണ്ട് ഓട്ടത്തിന്. ആൾക്കാരാണ് ഓടി കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒന്ന് സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് ഓട്ടം. അപ്പൊ അങ്ങനെ പലരും ഓടി തുടങ്ങി, ചുറ്റുള്ളവരൊക്കെ ഓടി തുടങ്ങി. അതേസമയം അപ്പൊ എനിക്ക് തോന്നി പലർക്കും എനിക്ക് നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്നുള്ള ചിന്തയുടെ പുറത്ത് ഞാൻ മാരത്തോൺ ട്രെയിനർ, നേരത്തെ പറഞ്ഞല്ലോ, ആ കോഴ്സ് പഠിക്കുകയും ആ സർട്ടിഫിക്കേഷൻ എടുക്കുകയും ഇപ്പൊ ഞാനൊരു 4-5 പേർക്ക് റണ്ണിങ് കോച്ചായിട്ട് കൂടി എന്റെ ജോലിയുടെ ഭാഗത്തൂടെ തുടർന്നു പോയി. ഇതാണ് എന്റെ ഓട്ടത്തിന്റെ ഒരു ആകമാനമായിട്ടുള്ള കഥ പറയാൻ. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ കേൾക്കാൻ രസമുണ്ട്, പക്ഷെ നമ്മളിപ്പോ ഓടി തുടങ്ങണം, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഓട്ടത്തിന്റെ എന്ന് ഒരു സംശയം. അപ്പൊ അതിലേക്ക് ഞാൻ വരികയാണ്. എന്തിനാണ് ഓടുന്നത്, ഓട്ടത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് റണ്ണിങ് എന്നുള്ള ഒരു കാർഡിയോവസ്കുലർ ആക്ടിവിറ്റിയാണ്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ലങ്സിന്റെ ഒക്കെ നല്ല പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ, ഒരു എക്സസൈസ് ആണ് റണ്ണിങ് എന്ന് പറഞ്ഞു. ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് നമുക്ക് വരിക എന്നുള്ളത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ എന്താണ് ശരീരത്തിനോട് ചെയ്യിപ്പിക്കുന്നത്, ശരീരം അങ്ങനെ മാറുന്നു. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ച് ഉറങ്ങി, ഓഫീസിൽ പോയി വന്നു ഉറങ്ങി, അങ്ങനെ ഇരിക്കുമ്പോൾ ശരീരം എന്താ വിചാരിക്കണേ, ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ ഹാർട്ട് എന്താ വിചാരിക്കുക, ഇതൊക്കെ മതി. പക്ഷെ നമ്മൾ ഓടി തുടങ്ങുമ്പോ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഹാർട്ടിനെയൊക്കെ പണിയെടുപ്പിക്കുകയാണ് ആക്ച്വലി. അപ്പൊ പണിയെടുപ്പിച്ച ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മള് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് പേരിന്റെ പെരുക്കപ്പട്ടിക നമുക്ക് ആദ്യം പ്രയാസമായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മള് ഇപ്പൊ 7 മിഠായി വാങ്ങിച്ചു കഴിഞ്ഞാൽ 7 രൂപയുടെ മിഠായി ആണെങ്കിൽ 50 രൂപ കൊടുത്ത 1 രൂപ ബാക്കി കിട്ടുന്നുള്ള നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ നല്ല ശീലങ്ങള് വേണ്ട രീതിയിൽ ശീലിപ്പിച്ച നമ്മുടെ ശരീരം അതിന് ഉതകുന്നതായിട്ട് മാറും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ. പോസിറ്റീവ് അഡാപ്റ്റേഷൻ, നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് നമ്മുടെ കയ്യിൽ തന്നെ, നമ്മളതിന് ട്രെയിൻ ചെയ്യണം. നമ്മള് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഹാർട്ട് തന്നെ നന്നാവില്ല. നമ്മൾ ഓടി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡി അതിന് അഡാപ്റ്റ് ചെയ്ത് വരും. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട പ്രിൻസിപ്പിൾ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ കാര്യത്തിന് ഞാൻ ആദ്യമൊന്നും വേണ്ട പോലെ ഒന്നും ചെയ്തില്ല, തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്തു. തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് മുട്ട് കേടായതുകൊണ്ട് ഓട്ടത്തിന് തലയിൽ പറയുന്നത്. നമ്മൾ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്താൽ അതെങ്ങനെയാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ
പലതരത്തിലുള്ള പ്രയോജനങ്ങൾ കിട്ടുന്ന ഒരു കാര്യമാണ് ഓട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ഒന്ന് നമ്മുടെ ഹാർട്ടിന്റെയും സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെയും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. ഹാർട്ട് ഒരു മസിലാണ്. ഹാർട്ട് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ മസിലും പോലെ തന്നെ അതിന്റെ ഉപയോഗം അല്ല അതിന്റെ കഴിവ് വർദ്ധിച്ചു വരും. അതുപോലെ തന്നെയാണ് ഇപ്പൊ പുതിയ നമ്മൾ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ പുതിയ കാപ്പിലറീസ് ഉണ്ടാവും. നമ്മുടെ ബ്ലഡിന്റെ ഇപ്പം നമ്മൾ ഹെൽത്തി തിങ്ങിങ് ഓഫ് ബ്ലഡ് എന്ന് പറയും. ബ്ലഡിന്റെ എന്താ വിസ്കോസിറ്റി കുറഞ്ഞു, സർക്കുലേഷൻ സിസ്റ്റം നന്നാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലങ് ഫങ്ഷൻ, ലങ്സ് നന്നായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. അതുപോലെ ബോൺസ്, മസിൽസ്, ജോയിന്റ്സ്, അത് എല്ലാവരും പറയും ഓടിക്കഴിഞ്ഞാൽ മുട്ട് കേടാവുന്ന എല്ലാവരും പറയുന്ന ഒരു കഥയാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചു ചോദിക്കാം, നിങ്ങൾക്ക് അറിയുന്ന എത്ര പേരുടെ മുട്ട് പ്രശ്നമുണ്ട്? കുറെ പേർക്ക് പ്രശ്നം ഉണ്ടാവും. അവരൊക്കെ ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാരും ഓടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഓടുന്ന എത്ര പേര് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വിരലുണ്ടാവുന്ന ആൾക്കാരായിരിക്കും. എങ്കിൽ പോലും ഓടുന്ന ആർക്കെങ്കിലും മുട്ട് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്ത് സംഭവം? ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ലാർജ് സ്കെയിൽ സ്റ്റഡികളും ഒക്കെ പറയുന്നത് മുട്ടിന്റെ ആരോഗ്യവും ഓട്ടവും തമ്മിൽ ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഇത് എന്താ പറയാ, ആൾക്കാർ ഓരോ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുട്ടിന് പ്രശ്നമാവും ഓടിക്കഴിഞ്ഞാൽ. അങ്ങനെയല്ല. ബോൺസിന്റെ ആയാലും മസിൽസിന്റെ ആയാലും ആരോഗ്യം വർദ്ധിക്കൽ മാത്രമേ ഓട്ടം കൊണ്ട് ഉണ്ടാവുള്ളൂ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. പിന്നെ അതുപോലെയാണ് മെറ്റബോളിസം കൂടും. ഓടുന്നതിന് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഓടുമ്പോൾ നമ്മുടെ ബോഡിയിലത്തെ ഫാറ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ തടി കുറയാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മസിൽസിന്റെ ടോൺ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ പലതരം പ്രയോജനങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ കാര്യമാണ് നമ്മുടെ മാനസികാരോഗ്യം. ഇപ്പൊ ഡിപ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഡോക്ടർമാർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓട്ടം എന്നുള്ളത്. ഇതൊക്കെയാണ് വളരെ ലളിതമായിട്ട് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഈ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു ക്ലാസ് എടുക്കേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് അധികം പോകുന്നില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് പ്രയോജനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി പറയാനുള്ളതാണ് ഫിസിക്കൽ ബെനിഫിറ്റ്സിന് ഉപരിയായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ കുറെ മാർക്ക് ഓടി തുടങ്ങി. ഇതിനൊന്നും ഒരു സയന്റിഫിക് എവിഡൻസ് ഒന്നും കാണിച്ചു തരാനില്ല. എന്നെ പോലെ ഓടുന്ന അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഓട്ടക്കാരുടെ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ നമ്മൾ പഠിച്ചു. കാരണം നമുക്ക് ജോലിയല്ല ഓട്ടം. നമുക്ക് രാവിലെ എടുത്ത് ജോലിക്ക് പോകണം, അതിനു മുമ്പ് ഓടണം, ബാക്കി കാര്യങ്ങൾ നോക്കണം. എല്ലാം രാത്രി നേരത്തെ ഉറങ്ങാതെ ഓടാൻ പറ്റില്ല. നമ്മൾ അറിയാതെ ഡിസിപ്ലിൻഡ് ആയി മാറും. പിന്നെ നമ്മൾ സമയം എന്താ പറയാ ഉണ്ടാക്കാൻ പഠിക്കും. സമയം കണ്ടെത്താൻ നോക്കി ചിലപ്പോൾ കണ്ടുപോയി വരില്ല. സമയം ഉണ്ടാക്കാൻ പഠിക്കുക. ഇതിനും എനിക്ക് എന്റെ പാർട്ട്ണർ അവര് ടീച്ച് ചെയ്യായിരുന്നു കോട്ടയത്ത്. അവര് ഡെന്റിസ്റ്റ് ആണ്. ആ സമയത്ത് രാവിലെ 8 മണിക്ക് കോളേജിൽ എത്തണം. അപ്പൊ 8 മണിക്ക് കോളേജിൽ എത്തുന്നതിന് മുമ്പ് അവര് രാവിലെ ഇട്ട് ഓടിയിരുന്നു, ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു, കോളേജിൽ പോയിരുന്നു. 8 മണിക്ക് രാവിലെ ഡോക്ടർക്ക് എത്തണമെങ്കിൽ അതിനു മുമ്പ് അവർക്ക് ഓടാൻ പറ്റുമെങ്കിൽ ആർക്കാണ് സമയം ഉണ്ടാക്കാൻ പറ്റാത്തത്? ആർക്കും സമയം ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പൊ സമയം ഉണ്ടാക്കാൻ പഠിക്കും. നമ്മൾ ഡിസിപ്ലിൻഡ് ആയി മാറും. അതുപോലെ തന്നെയാണ് നമുക്കൊരു കുറച്ച് ഗോൾസ് ഉണ്ടാവും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ജോലിക്കുക വരിക പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒരു എക്സൈറ്റ്മെന്റിന്. പക്ഷെ നമുക്കൊരു നമ്മളൊരു ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു റേസ് ഉണ്ടാവും ഓടാൻ. നമുക്ക് ഏതെങ്കിലും ഒരു ഇപ്പൊ മാർച്ചിൽ ഇങ്ങനെ റേസ് ഉണ്ട്, നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്കൊരു ചെറിയ ചെറിയ ഗോൾസ് നമുക്ക് കിട്ടും. അതേസമയം ഈ ഗോൾസിന് മറ്റൊരു പ്രയോജനമുണ്ട്. നമുക്ക് അറിയാം എന്താണ് ശരിയായിട്ടുള്ള രീതി. ഇപ്പൊ ആരോഗ്യത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതായിട്ട് ആരുമില്ല. പക്ഷെ നമുക്കൊരു കാരണങ്ങൾ ഉണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. നമുക്കൊരു റേസ് ഉണ്ട് എന്ന് നമുക്ക് അറിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ ആരോഗ്യം, നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാനൊക്കെ നമുക്കൊരു കാരണം കിട്ടണം. അപ്പൊ അതും എനിക്ക് തോന്നിക്കണത് ഓട്ടം നമുക്ക് ചെയ്യുന്ന മറ്റൊരു പ്രയോജനമാണ്. അതുപോലെ തന്നെയാണ് ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ സന്തോഷം. അത് നമ്മുടെ ഹോർമോണൽ ലെവലിലും പല ലെവലിലും ഇതിന്
പോയിന്റ്സ് ഉണ്ട്. രാവിലെ എണീറ്റ് പ്രത്യേകിച്ച് ഞാനിപ്പോ ലക്നൌവിൽ അവിടെ തണുപ്പത്ത് പൊതിച്ച് കിടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷെ ആ സമയത്ത് എണീറ്റിട്ട് പോയി ഓടി വരുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ സുഖത്തിന് കുറച്ചും കൂടി ഒരു സുഖമുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ഒരു സുഖം എന്നുള്ളത് അത് അധികം ആൾക്കാർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ആ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒരു ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ, ഫോൺ, എന്തെങ്കിലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ് ആക്ച്വലി. നമുക്ക് എപ്പോഴും ബോറടിക്കാൻ പോലും അവസരം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും എന്തെങ്കിലും കേട്ടോണ്ടിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, റീൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഇത് എന്താ പറയാ, ഒരു ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. ഓടുമ്പോ നമുക്ക് ആ സമയം കിട്ടും. നമ്മൾ രാവിലെ 1 മണിക്കൂർ ഓടുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻട്രോസ്പെക്ട് ചെയ്യാൻ, നമ്മൾ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ ഉള്ളൊരു, വേറെ ഫോണൊന്നും ഇല്ലാതെ ഇരിക്കാൻ ഒക്കെ ഉള്ളൊരു അവസരം എന്നുള്ളത് ഓട്ടം തരുന്നുണ്ട്. അതേസമയം തന്നെയാണ് നമുക്കൊരു കാര്യത്തിന് നമ്മൾ കുറച്ചും കൂടി എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യത്തിനെ കുറിച്ചായാലും അതിനെ കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കാൻ, നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാനൊക്കെയുള്ള ഒരു അവസരവുമായിട്ട് ഓട്ടം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, തോക്കാനൊരു അവസരം കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്കാൻ നമുക്ക് അധികം, ജയിക്കാൻ എളുപ്പമാണ്. ജയിച്ചിട്ട് എന്താ നമുക്ക് ചെയ്യേണ്ട അറിയാം, സന്തോഷിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ തോക്കാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ അങ്ങനെ തോക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പൊ തോക്കാൻ പഠിക്കുക സ്പോർട്സിന്റെ ഒരു ഗുണമാണ്. സ്പോർട്സിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഫുട്ബോൾ ക്ലബിനെയൊക്കെ ഫോളോ ചെയ്താൽ മതി, അപ്പൊ തോക്കാൻ സ്വാഭാവികമായിട്ട് ശീലം തോറ്റുന്നത്. ഈ ഓടുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ രാവിലെ എണീറ്റിട്ട് വിചാരിക്കുകയാണ് ഇന്ന സമയത്ത് ഇത്ര ദൂരം ഓടണം, അല്ലെങ്കിൽ ഒരു റേസിൽ നമ്മൾ ഇങ്ങനെ പെർഫോം ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ നടക്കണം എന്നില്ല. നമുക്കത് പൂർത്തിയാക്കാൻ പറ്റാതെ ഇരിക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് ആ തോക്കുമ്പോ നമ്മളതിന് ഒരു കാര്യം നമ്മൾ വിചാരിച്ച പോലെ ആവാതെ ഇരിക്കുമ്പോ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഒരു വലിയ പരിശീലനമാണ്. അത് ആക്ച്വലി വലിയ പരിശീലനമാണ്. തോക്കാൻ പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഓട്ടം അത് എന്നെ കുറച്ചും കൂടി എന്നെ സ്വയം നവീകരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കൂട്ടിവെക്കുന്ന ഒരു കാര്യമാണ്. തോക്കാൻ എന്നെ പഠിപ്പിച്ചു, നല്ലപോലെ തോക്കാൻ പഠിക്കുക എന്നൊരു അവസരമാണ് ഓട്ടം. എനിക്കിവിടെ പറയാം. പിന്നൊരു കാര്യമാണ്, എന്താ പറയാ, ഓടി തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഓടുന്ന ആൾക്കാരുടെ എതിരാളികൾ എല്ലാവരും സ്വയമാണ്. ഞാൻ പറഞ്ഞ പ്രൊഫഷണൽ ഓട്ടക്കാരല്ല. അന്നത്തെ ആൾക്കാർ എല്ലാവരും ലക്ഷ്യം എന്താ, മറ്റേയാൾ തോൽപ്പിക്കണം എന്നല്ല. എന്റെ കഴിഞ്ഞ റേസിന്റെ സ്പീഡിനേക്കാളും എനിക്ക് സമയത്തിനേക്കാളും കുറച്ച് സമയം എടുക്കാൻ പാടില്ല. എല്ലാവർക്കും എതിരാളികൾ സ്വയമാണ്. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ടീമാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആരോഗ്യത്തിനെ കുറിച്ച് ബോധവാന്മാരായ ആൾക്കാരുമായിരുന്നു. അപ്പൊ ഇതേപോലെ ആരോഗ്യത്തിനെ കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓടി തുടങ്ങിയാലാണ് നമ്മുടെ കൂടെയുള്ളവർ അതിനെ കുറിച്ച് ബോധവാന്മാരാവും. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് എന്നുള്ളത് ഒരു ഓട്ടത്തിൽ നിന്ന് കിട്ടുന്ന വലിയ, അങ്ങനെ പലരുമാണ് ഇന്ന് എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കറിയാം. അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, അത് ഓട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് എന്ന് വേണം കരുതാൻ. പിന്നെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, അതിപ്പോ എന്റെ കസിൻ ഉണ്ട്. അദ്ദേഹം ബാംഗ്ലൂരിൽ IT എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹം 40ാമത്തെ വയസ്സിലാണ് ഓടി തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ പറയാ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനം 8ാമത്തെ നിലയിലാണ്. അപ്പൊ ലിഫ്റ്റ് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പൊ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ട് അപ്പൊ അദ്ദേഹവും ബാക്കി എല്ലാവരും 8 നില കയറി. ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ഒരു കിതപ്പാണ്. പുള്ളി പറഞ്ഞു പുള്ളിക്ക് കിതപ്പൊന്നുമില്ല, പുള്ളി ഓടി തുടങ്ങിയതിന്റെ ഭാഗമാണ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാര് പുള്ളി എന്താ പറയാ, ഈ കസിനെ ഒരു കുറ്റം ചെയ്ത പോലെയാണ് നോക്കുന്നത്. എന്താ ഇത് കിടക്കാത്ത എന്നുള്ള പോലെയാണ്. ഇന്നത്തെ കാലത്ത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണത് വരെ നോർമലാണ്, ആരോഗ്യത്തോടെ ഇരിക്കുന്നത് അത്ര നോർമലല്ല. ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമുക്കതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് എന്താ പറയാ, നോർമലാക്കി മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഈ വരുന്ന തലമുറ. ഞാൻ എന്തുകൊണ്ട് ഓടി തുടങ്ങി എന്ന് ഞാൻ ഹൈൻസൈറ്റിൽ പറയുകയാണെങ്കിൽ ബാക്കിൽ
ബാക്കിലേക്ക് പോവാണെങ്കിൽ എന്തൊക്കെയാണ്? ഒന്നിപ്പോ കുട്ടിക്കാലത്ത് എന്റെ കസിൻസിന്റെ ഒപ്പം കളിച്ചു തുടങ്ങിയത്, ആ സമയത്ത് പിറ്റത്തെ ഫുട്ബോൾ എടുത്ത് തുടങ്ങിയത് മുതൽ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും ഞാൻ കാണുമ്പോൾ തൊട്ട് അവർ എക്സസൈസ് ചെയ്യാറുണ്ട്. രാവിലെ എക്സസൈസ് ചെയ്യും, അച്ഛനും യോഗ, അമ്മയും യോഗ. അപ്പൊ അത് കണ്ടിട്ട് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവരെന്നോട് പറഞ്ഞു നിൽക്കില്ല അങ്ങനെ ചെയ്യണം. പക്ഷെ ഞാൻ കാണുകയാണ് ആൾക്കാര് ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ്, ഓക്കെ ഇങ്ങനെയാണ് ശരി. അപ്പൊ നമുക്കിനി വരുന്ന തലമുറയ്ക്കായാൽ പോലും നമ്മൾക്കൊരു നല്ല സന്ദേശം പറഞ്ഞു കാണിക്കില്ല, ചെയ്ത് കാണിക്കുക, ആചരിച്ച് കാണിക്കുക എന്നുള്ളതിനൊരു പ്രത്യേക ഗുണമുണ്ട്. ആചരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അല്ലാതെ നിങ്ങളോട് രാവിലെ എണീക്കണം, എക്സസൈസ് ചെയ്യണം അങ്ങനെ പറഞ്ഞ ആരും ചെയ്യില്ല. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരത് ചെയ്യും. അപ്പൊ അത് എന്താ പറയാ, ഓപ്പർച്യൂണിറ്റി ടു നോർമലൈസ് ഗുഡ് ഹെൽത്ത് എന്നുള്ളത് മറ്റൊരു ഓട്ടത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിട്ട് എന്താ പറയാ, ഓടുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടും. ഒരേ സമയം നമുക്ക് വലിയ ലോകത്ത് നമ്മൾ ഒന്നുമല്ല, നമ്മളൊരു സാധാരണ അശു അങ്ങനെ വിചാരിക്കാൻ പഠിക്കും. നമുക്കൊരു കുറെ തോക്കും നമ്മള്, നമുക്ക് ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാവും. അതേസമയം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇന്നലെ എന്താ പറയുക ഇത്രയും ഉള്ള ഞാൻ കഴിഞ്ഞ 42 കിലോമീറ്റർ ഓടി, അല്ലെങ്കിൽ 21 കിലോമീറ്റർ സ്പീഡിൽ ഓടി. ഒരേ സമയം നമുക്കൊരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, ഒരേ സമയം നമുക്കൊരു ഹ്യൂമിഡിറ്റി, ഇതൊരു ബാലൻസ്. അതാണ് എനിക്ക് ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനം, ഈ ഒരു ബാലൻസ് ആണ്. അപ്പൊ ആ ഒരു സംഗതി കൂടി ഓട്ടത്തിലൂടെ നമുക്ക് വരും. ഈ ബാലൻസ് ആണ് ലൈഫിന്റെ ആധാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ കോച്ചിങ് സ്ഥാപനത്തിൽ ഞാൻ ബാലൻസ് പേര് കൊടുത്തത്. ഇനി നമുക്ക് ആരൊക്കെയാണ് ഓടാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് മെയിൻ ഉത്തരം ഇതാണ്. ഞാൻ പറയാം, എനിബഡി ക്യാൻ റൺ ആൻഡ് എവരിബഡി ഷുഡ് റൺ. എല്ലാവരും ഓടണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇത്രയും പ്രായമായി ഇനിയിപ്പോ ഓടണം അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ഇതാണ് ഫൗജാ സിംഗ്. അദ്ദേഹത്തിന് 89ാമത്തെ വയസ്സിലാണ് ഓടാൻ തുടങ്ങിയത് തന്നെ. എന്നിട്ട് അദ്ദേഹത്തിന് 114ാമത്തെ വയസ്സ് വരെ ലോകത്തെ ഏറ്റവും പ്രായം ആയിട്ട് മാരത്തോൺ ഓടിയ വ്യക്തിയാണ് ഫൗജാ സിംഗ്. അദ്ദേഹം 114ാമത്തെ വയസ്സിൽ മരിക്കുന്ന കാർ അപകടത്തിലാണ് ഈ വർഷം ജൂലൈയിൽ മരിക്കുന്നത്. അതുവരെ അദ്ദേഹം ഓടിക്കൊണ്ടിരുന്നു. അപ്പൊ എല്ലാവർക്കും ഓടാൻ എന്താ പറയാ പറ്റില്ല എന്ന് വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും ഓടാം. ഓട്ടം എല്ലാവർക്കും ഉള്ള ഒരു പൊതു സ്വത്താണ്. ഇനി ചില കാര്യങ്ങൾ ഹാർട്ട് അസുഖങ്ങൾ ഉള്ളവര്, അല്ലെങ്കിൽ ആസ്മ മുതലായിട്ട് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ളവര്, ഓൾറെഡി മുട്ടിനോ അല്ലെങ്കിൽ വേറെ വല്ല തേയ്മാനം ഓൾറെഡി ബുദ്ധിമുട്ടുള്ളവര്, ഹൈ റിസ്ക് പ്രഗ്നൻസി, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഓടാൻ തുടങ്ങാം. അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓൾറെഡി വല്ല ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ ഒരു അഭിപ്രായത്തിന് ശേഷം മാത്രം ഓടാം. ഇതൊന്നും അല്ലാത്ത പക്ഷം എല്ലാവർക്കും ഓടാം. പിന്നെ ഇതുപോലെ തന്നെയാണ് ഷുഗർ ഉള്ളവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു മരുന്ന് എടുക്കുന്ന കാരണം അവരുടെ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും അവര് ഓടുന്നതിന് മുമ്പായിട്ട് അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കണം. പിന്നെ അവരെപ്പോഴും ഓടുന്ന സമയത്ത് ഒരു മസിലായിട്ടുള്ള സംഭവം എന്തെങ്കിലും സംഗതി കയ്യിൽ കരുതുക വേണം. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായി കഴിഞ്ഞാൽ അതേ കുറിച്ചുണ്ടാവും, അത് പ്രത്യേകം നോക്കണം. അതുപോലെ തന്നെയാണ് ആസ്മ ഉള്ളവരെ ഇൻഹേലർ എപ്പോഴും എടുക്കണം. പ്രിക്കോഷൻസ് എന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നത്. ഇനി ഓടി തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു 3 നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ, ഇത് ഞാൻ വളരെ ടെക്നിക്കലായിട്ട് ഒന്നും പറഞ്ഞു പോകാനുള്ള സമയവും സാവകാശവും ഒരു വേദിയല്ല. എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ചുകൂടെ ഓടി തുടങ്ങുമല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു കാര്യം, ഇതിപ്പോ പാർക്യൂ എന്നൊരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. അത് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എന്റെ നമ്പർ തരുന്നുണ്ട്, ഞാൻ അയച്ചു തരാം. ഫിസിക്കൽ ആക്ടിവിറ്റി റെഡ്യൂസ് ക്വസ്റ്റ്യനെയർ. ഇത് ആക്ച്വലി ഓട്ടം മാത്രമല്ല, എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റിയിലും പങ്കെടുക്കുമ്പോഴും ഹെക്ടിക് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഈ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റും. ഓട്ടം അല്ലെങ്കിൽ എന്ത് തുടങ്ങാമോ അതോ ഡോക്ടറിന്റെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കണം. ഇതിൽ കുറെ ചോദ്യങ്ങളുണ്ട്. ഒരു 3 പേജുള്ള ക്വസ്റ്റ്യനെയർ ആണ്. ഇപ്പൊ ഹാസ് യുവർ ഡോക്ടർ എവർ സെഡ് ദാറ്റ് യു ഹാവ് എ ഹാർട്ട് കണ്ടീഷൻ ഓർ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് തുടങ്ങിയ
നമുക്ക് തന്നെ ഇത്തരം കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാളെ ഓടി തുടങ്ങണം, ഡോക്ടറെ കണ്ടതിന് ശേഷം ഓടി തുടങ്ങണം, എല്ലാവരും ഓടി തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സഹായകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഇപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, വിറ്റമിൻ ഡി, B12, മഗ്നീഷ്യം, അയൺ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്താ പറയുക, ഓടാതിരിക്കാനുള്ള കാരണങ്ങളല്ല. ഓടുമ്പോൾ നമ്മൾ സപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ, സപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ വേണ്ടയോ തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ബ്ലഡ് ടെസ്റ്റ്. ഇതൊക്കെയാണ് ഒരു പ്രിലിമിനറി ചെക്ക് പോയിന്റ്സ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അപ്പോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ജലം ഈ ഫ്ലൂയിഡ് ഉപയോഗിക്കും നമ്മുടെ ബോഡി. അപ്പൊ നമ്മൾ വേണ്ട പോലെ വെള്ളം കുടിച്ചില്ലെങ്കിൽ അതും ഇഞ്ചുറീസ് വരാനൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പല സ്റ്റഡികളും പറയുന്നത്. ഏറ്റവും എളുപ്പം നമ്മുടെ യൂറിന്റെ കളർ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇതിന് എളുപ്പമുള്ള പോംവഴി. യെല്ലോ കളറാണ്, പെയിൽ യെല്ലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണ് എന്നുള്ളതാണ് എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അതുപോലെ ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി, റെസ്റ്റ് ഡേയ്സ്. കൺസിസ്റ്റൻസി വേണം. ഓടി തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരാഴ്ചയിൽ 3 ദിവസം ഓടി, പിന്നെ ഒരു അനക്കമില്ല, പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരാഴ്ച ഒരു ദിവസം ഒരു ശനിയാഴ്ച ഓടി, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ഒരു തിങ്കളാഴ്ച ഓടി. അങ്ങനെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പോസിറ്റീവ് അഡാപ്റ്റേഷൻസ് ആണ്. ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ ശരീരത്തിന് അത് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ആൾക്കാരോട് ഒരു ഞായറാഴ്ച ഒരു തിങ്കളാഴ്ച പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേണ്ട രീതിയിൽ ഗ്യാപ്പ് വിട്ട്, ഞാൻ തുടക്കക്കാരോട് ഞാൻ പറയും എല്ലാ ദിവസവും കിടന്ന് ഓടരുത്, ഒരു ദിവസം റെസ്റ്റ് എടുക്കുക, 5 റെസ്റ്റ് എടുക്കുക. അങ്ങനെ ഓട്ടം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് റെസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഓടി തുടങ്ങും. ഇതൊക്കെ ഒരു ഓടി തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ട്. പിന്നെ ഒരു കാര്യമാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. ഫങ്ഷണൽ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയും. ഓട്ടത്തിന് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്. ഇതിനെ കുറിച്ചും ഇപ്പൊ ഞാൻ അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പറ്റിയ കാര്യങ്ങളല്ല. നിങ്ങളിത് ഓർത്ത് വെക്കുക. ഓട്ടം എന്നുള്ളത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് ഒരു എന്താ പറയാ കോംപ്ലിമെന്ററി ആണ്. അത് പകരമല്ല. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നമ്പർ തരുന്നുണ്ട്, വാട്സാപ്പ് ഞാൻ സംസാരിക്കാം. ഞാനിപ്പോ ക്ലാസ്സിൽ എന്തൊക്കെയാണ് സ്ട്രെങ്ത് ട്രെയിനിങ് പറഞ്ഞു തരാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കാം. എല്ലാ ദിവസവും വെറുതെ ഓടിയാൽ പോരാ, വേറെ വ്യായാമത്തിന്റെയും ആവശ്യമുണ്ട് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കാം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഓട്ടത്തിലൂടെ എന്തെങ്കിലും
ഇഞ്ചുറി വരും. എന്നിട്ട് നമ്മൾ പറയും ഓടിക്കഴിഞ്ഞാൽ എന്താ ഇഞ്ചുറി വരും. അതിലല്ല, വേണ്ട രീതി ഓടിക്കഴിഞ്ഞാൽ ഒരു ഇഞ്ചുറിയും വരില്ല. ഇനി ഓടി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓട്ടത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ഷൂ വേണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ബെയർ ഫുട്ട് റണ്ണിംഗ് എന്നൊക്കെ പറയെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ഷൂ വേണം. അതും ഓട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഷൂ വാങ്ങിക്കുക. റണ്ണിങ് ഷൂസ് എന്ന് പറഞ്ഞാൽ കിട്ടും. ഞാൻ ബ്രാൻഡിന്റെ പേരൊന്നും പറയുന്നില്ല. ഡെക്കാത്തലോണിൽ എവിടെ പോയാലും റണ്ണിങ് ഷൂസ് ഉപയോഗിക്കാം. അതിന് പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പല പല മെറ്റൽസ് ഒക്കെ ഉണ്ട്. ജാക്ക് ഹൈറ്റ് എന്നൊക്കെ പറയും, ഹീലിന്റെ ഹൈറ്റ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ റണ്ണിങ് ഷൂസ് വാങ്ങിക്കുക. വെറുതെ സാധാരണ ഉപയോഗിക്കുന്ന ഷൂ വെച്ച് ഓടുന്നത് അത്ര ഉചിതമായിരിക്കില്ല. അതുപോലെ തന്നെയാണ് എപ്പോ ഓടണം. രാവിലെ ഓടാം, വൈകുന്നേരം ഓടാം, എപ്പോ ഓടണം. പക്ഷെ ഒരു മീല് കഴിഞ്ഞിട്ട്, ഒരു പ്രധാനപ്പെട്ട മീല് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ ഇത് കഴിഞ്ഞിട്ട് വേണം ഓടാൻ. ഞാനിപ്പോഴും പറയും രാവിലെ തന്നെ ഓടുന്നതാണ് ഞാൻ പറയാം. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ റിക്രിയേഷണൽ റണ്ണേഴ്സ് ആണ്. നമുക്ക് വേറെ ജോലിയുണ്ട്. രാവിലെ പണി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ഇപ്പൊ ജോലി, ഓഫീസിൽ പണി കൂടുതലുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വിരുന്ന് വരാം. ഇതാണ് സംഭവിക്കാം. രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടിയുള്ള സമയമാണ്. ആ സമയത്ത് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പൊതുവെ രാവിലെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അത് രാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം രാവിലെ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ഞാൻ കൊള്ളാം എന്നൊക്കെ ഒരു തോന്നല് നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് നോട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യമാണ്, ഇത് ടെക്നിക്കലായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ എയ്റോബിക് ബേസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. അതാണ് ഓട്ടത്തിന്റെ ആദ്യത്തെ പടി, ഫസ്റ്റ് പടി എന്ന് പറഞ്ഞാൽ അതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലുള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഓടുക, സ്പീഡിൽ സ്പ്രിന്റ് ആണ് നമ്മുടെ മനസ്സിലുള്ള ഓട്ടം. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. അത് 100 മീറ്ററോളം സ്പ്രിന്റ് ചെയ്യണം. പക്ഷെ നമ്മൾ പറയുന്നത് ദീർഘദൂര ഓട്ടത്തിന്റെ കാര്യം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സംസാരിക്കാൻ പറ്റുന്ന സ്പീഡിൽ ഓടുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയും, ഹാർട്ട് റേറ്റ് 60% ഓഫ് മാക്സിമം ഹാർട്ട് റേറ്റിനാണ് നമ്മൾ സോൺ 1 എന്നൊക്കെ പറയാം. പക്ഷെ അതിന് അത്രയ്ക്കൊന്നും പോകണ്ട. സംസാരിക്കാൻ പറ്റും ഏത് സ്പീഡിലാണ് പറ്റുക, ആ സ്പീഡിൽ ഓടി തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് തോന്നാം അയ്യോ ഇത് വളരെ പതുക്കെയാണ് ഓടുന്നത്, അത് കളിക്കിടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പതുക്കെ സംസാരിക്കാൻ പറ്റുന്ന സ്പീഡിൽ ഓടുക. ഇത് തുടക്കക്കാരോട് പറയുക വോക്ക് റൺ മെത്തേഡ് എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ 4 മിനിറ്റ്, ഫോർ എക്സാമ്പിൾ 1 മിനിറ്റ് ഓടുക, 4 മിനിറ്റ് നടക്കുക. അങ്ങനെ പോയിട്ട് പതുക്കെ 2 മിനിറ്റ് ഓട്ടായി, 3 മിനിറ്റ് നടത്തായി, പിന്നെ 3 മിനിറ്റ് ഓട്ടായി, 2 മിനിറ്റ് നടത്തായി, പിന്നെ 4 മിനിറ്റ് ഓട്ടായി, 1 മിനിറ്റ് നടത്തായി. അങ്ങനെയാണ് നമ്മൾ 5 മിനിറ്റ് ഓട്ടത്തിലേക്ക് എത്താൻ. ഇപ്പൊ ഈ നമ്പറിനോട് പ്രാധാന്യം പറഞ്ഞൊരു മെത്തേഡാണ്. എപ്പോഴും നമ്മൾ ആദ്യം വോക്കും റണ്ണും ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങും. അല്ലാതെ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് എത്ര ദൂരം ഓടാൻ പറ്റും നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് വയ്യാണ്ടാവും. ശരീരത്തിനെ പഠിപ്പിച്ചെടുക്കണ്ടേ. പഠിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം 1+1 പഠിപ്പിച്ചിട്ട് വേണ്ടേ നമുക്ക് 102 സ്ക്വയർ പഠിക്കണമെങ്കിൽ. അപ്പൊ നമ്മൾ ആദ്യം വോക്ക് റൺ മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രിൻസിപ്പിളാണ്, നമ്മളിപ്പോ ഈ ആഴ്ച നമ്മൾ ഇത്ര ദൂരം ഓടി, ഈ ആഴ്ച നമ്മൾ 4 ദിവസം ഓടി. ആ 4 ദിവസത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ 10 കിലോമീറ്റർ ഓടിയെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച മാക്സിമം ഓടാൻ പറ്റുന്നത് 15 കിലോമീറ്റർ ആണ്. 10% കൂട്ടാൻ പാടുള്ളൂ എന്നർത്ഥം. നമ്മൾ ഒരു ആഴ്ച നമ്മൾ അരമണിക്കൂർ ഓടിയെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഓടിപ്പോയി, അടുത്ത ഒരാഴ്ച നമ്മൾ 30 മിനിറ്റ് ഓടിയെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച മാക്സിമം 33 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് കൂട്ടാൻ പാടുള്ളൂ. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ടൂ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്, അത് കാരണം എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വളരെ പതുക്കെ സാവകാശം, നമുക്ക് തിരക്കൊന്നുമില്ല, നമുക്ക് നാളെ മാരത്തൺ ഓടുന്ന കാര്യമില്ല. അപ്പൊ വളരെ സാവകാശത്തിൽ കാര്യങ്ങൾ കൂട്ടി വരിക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നൊരു കാര്യമാണ് വാമപ്പും കൂൾഡൗണും. അതും വളരെ പ്രധാനമാണ്. അത് ആൾക്കാർ പലപ്പോഴും അതിനും പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ ഓടിയ പോലെ, അങ്ങനെയല്ല. ശരീരത്തിനോട് ചെയ്യുന്ന ഒരു ഡിസ്സർവീസ് ആണെന്ന് ഞാൻ പറയും. നമ്മൾ ചെയ്യുന്ന പ്രയോജനങ്ങൾ പകുതിയായി കുറയും നമ്മൾ വാമപ്പും
കൂൾ ഡൗൺ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് വാംപ് ചെയ്യേണ്ടത്, എന്താണ് കൂൾ ഡൗൺ വേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ എന്നെ തന്നെ സമീപിക്കലുണ്ട്. ക്ലാസ്സിലേക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ വാംപും കൂൾ ഡൗണും വേണം എന്നുള്ളത് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെയാണ് ന്യൂട്രീഷൻ. ഓട്ടത്തിന് മുമ്പ് എപ്പോഴും കുറച്ച് ഒരു 20 മിനിറ്റ് മുമ്പൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിച്ചാലാണ് എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള എന്തെങ്കിലും സംഭവം ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന പഴമാണ്. ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഒരു റോബസ്റ്റ പഴം 20 മിനിറ്റ് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. കാർബോഹൈഡ്രേറ്റ് ഉള്ള എന്തെങ്കിലും സംഭവം ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളത്. ഒരു ബ്രെഡ് കുറച്ച് ജാം പറ്റി കഴിച്ചാലും തരക്കേടില്ല. ഒരു പഴം കഴിച്ചാലും ഓക്കെയാണ്. ഓട്ടത്തിന് ശേഷമാണെങ്കിലും ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ വിൻഡോയില് നമ്മള് എന്തെങ്കിലും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഉള്ള എന്തെങ്കിലും കഴിക്കണം. അതിലിപ്പോ പാലില് മുസലിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മുട്ട അങ്ങനെ സംഭവങ്ങൾ കഴിക്കുക. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങുന്ന ഒരു ഭക്ഷണം ഓട്ടത്തിന് ശേഷം 1 മണിക്കൂറിന് കഴിച്ചു കഴിഞ്ഞാലാണ് ഈ ഓട്ടത്തിൽ നിന്ന് വരുന്ന സ്ട്രെസ്സിനെ ബോഡിക്ക് എളുപ്പത്തിൽ മറികടക്കാം. പിന്നെ അതുപോലെ തന്നെയാണ് ഹൈഡ്രേഷൻ. ഒരു ഇതുണ്ട്, ഓടുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അത് ശരിയല്ല. ഓടുന്ന സമയത്ത് വെള്ളം കുടിക്കണം. ഓട്ടത്തിന് മുമ്പായാലും ഒരു ഓട്ടത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ സമയത്തിന് ഒരു 400 ml അല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ വെള്ളം കുറച്ചായിട്ട് കുടിക്കുക. ഓടുന്ന സമയത്തായാലും വെള്ളം സിപ്പ് ചെയ്തോണ്ടിരിക്കുക. ഒരിക്കലും വെള്ളം ഇങ്ങനെ കവിഴ്ത്തരുത്. അപ്പൊ അത് ശരീരത്തിന് ബുദ്ധിമുട്ടായി. സിപ്പ് ചെയ്തോണ്ടിരിക്കുക. ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 400 ml ആണ് കണക്ക്. പക്ഷെ അത് നമ്മുടെ എന്താ പറയാ അന്തരീക്ഷത്തിലെ ചൂട് അങ്ങനെ പല ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കണക്കുകൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. വെള്ളം സിപ്പ് ചെയ്യുക എന്നുള്ളത് വെള്ളം സിപ്പ് ചെയ്തോണ്ടിരിക്കണം ഓടുന്ന സമയത്ത്. അതിപ്പോ എളുപ്പത്തിൽ ഒന്നെങ്കിൽ എല്ലാ 10 മിനിറ്റിലും സിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ 500 മീറ്റർ സിപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കണക്ക് മനസ്സിൽ വെച്ചിട്ട് അത് ഉറപ്പുവരുത്തുക. ഓട്ടത്തിന് ശേഷമായാലും അത് നമ്മളെ വേർക്കുന്ന കൊണ്ടും പല കാരണം കൊണ്ടും കുറെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടും. വെള്ളം കുടിക്കണം വേണ്ട രീതിയിൽ. അപ്പൊ ഇതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ പ്രയോജനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രയോജനം ഇതില്ല എന്ന് മാത്രമല്ല കുറച്ച് അപകടങ്ങൾ ഉണ്ടായേക്കാം. ഇതൊക്കെയാണ് ഓട്ടം എങ്ങനെ ഓടണം എന്നുള്ളതിന് വളരെ ലളിതമായിട്ട് പറയാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആക്ച്വലി റണ്ണിങ് ഒരു കോട്ട് എന്നുള്ളത് എനിക്ക് പറയാൻ, റണ്ണിങ് ഈസ് നോട്ട് അബൌട്ട് വിന്നിങ് മെഡൽസ് ഓർ കംപ്ലീറ്റിംഗ് റേസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് റിയലി മാറ്റേഴ്സ്, ദ കെമിസ്ട്രി ബിറ്റ്വീൻ ഫിറ്റ്നസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പൊ ആക്ച്വലി ഞാനൊരു പൊതുജനാരോഗ്യത്തിലും കുറച്ച് കൈ കിടത്തിയ കാരണം എനിക്ക് തോന്നിക്കുന്നത് ആരോഗ്യം എന്നുള്ളത് ഒരു വലിയ ഒരു എന്താ പറയാ പരന്ന സംഗതിയാണ്. ആരോഗ്യം എന്നുള്ളത്, ആരോഗ്യത്തിലേക്ക് പല പല താക്കോലുകളുണ്ട്. അതിൽ പല താക്കോലും നമ്മുടെ കയ്യിലല്ല. ചില താക്കോലിൽ നിന്ന് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ശരീരമുണ്ട്. നമ്മുടെ പൂർവികരുടെ അസുഖങ്ങള് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ഘടന, നമ്മുടെ സമൂഹത്തിൽ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്ന് മുതൽ പലതിനും നമ്മുടെ ആരോഗ്യത്തിന് നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അങ്ങനെ പല പല താക്കോലുകളുള്ള ഒരു വലിയ അറയാണ് ആരോഗ്യം എന്നുള്ളത്. അതിൽ ഒരു താക്കോൽ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മളെങ്ങനെ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു താക്കോലുണ്ട്. ആ താക്കോൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ താക്കോല് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൽ ഓട്ടം എന്നുള്ളൊരു താക്കോലിക്കൂടെ നമ്മുടെ ആരോഗ്യം എന്നുള്ളൊരു വലിയ തുറക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. പിന്നെ എന്റെ നമ്പറും ഇമെയിൽ അഡ്രസ് ഒക്കെ ഉണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ എന്നെ സമീപിക്കാം. ഇതൊക്കെയാണ്. ഇതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും കൂടി തുടങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ഇന്റർനെറ്റ് സംസാരം അധികം ആർക്കും പോറച്ചില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇനി ചോദ്യങ്ങളാവാം കേട്ടോ, അത് ചോദിക്കാം ഡോക്ടറോട്. നമസ്കാരം ഡോക്ടർ. സാറേ, ഞാനപ്പോ ഈ ഓടും അല്ലാതെ നമ്മൾ ജിമ്മിലൊക്കെ ആണെങ്കിലും വ്യായാമം ചെയ്യുവാണെങ്കിൽ ഈ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമുണ്ടാവും? കുഴപ്പമില്ല. വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല.
വെള്ളം കുടിക്കുമ്പോ ഇതാണ് ഒരു സമയത്ത് ഓടുമ്പോ പോലും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വെള്ളം കുടിക്കില്ല. ആദ്യം ഒന്നും ദാഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കില്ല. എന്നിട്ട് അങ്ങനെ ദാഹിക്കുമ്പോ അങ്ങനെ 2-3 ഗ്ലാസ് എടുത്ത് കുടിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആക്ച്വലി ശരീരത്തിൽ. നമ്മുടെ ഒരു പാടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളമായിട്ട് കുടിച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ്. ദാഹിക്കാൻ വരെ വെയിറ്റ് ചെയ്യരുത്. ഓടുമ്പോഴും പറയും, റേസൊക്കെ ഓടുമ്പോ നമുക്ക് ദാഹത്തിന് അനുസരിച്ചല്ല വെള്ളം കുടിക്കുക. നമ്മുടെ ദാഹം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഒരു എന്താ പറയാ സൂചന മാത്രമാണ്. വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അത് ജിമ്മിലാണെങ്കിലും അവിടെ കുടിക്കാം. താങ്ക് യു സർ. ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നതിനേക്കാളും ഓടുന്നതാണോ കുറച്ചും കൂടെ നല്ലത്? എന്താണ് സാറിൻ്റെ അഭിപ്രായം? എന്താ? ജിമ്മിൽ പോകുന്നതും ഓടുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ജിമ്മിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. വെയിറ്റ് പൊക്കുന്ന അതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ മസിൽസിന്റെ ബലം വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് ഇതിലത്തെ പ്രധാനമായിട്ട് ഫോക്കസ് ഉള്ളത്. ഓട്ടം എന്നുള്ളത് മെയിൻ ആയിട്ട് നമ്മുടെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ സംബന്ധിച്ചുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടും വേണം. ഞാൻ പറഞ്ഞില്ല, ഓടുന്ന ആൾക്കാർ തീരെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാണ്ടിരുന്നാൽ ശരിയാവില്ല. അതേപോലെ തന്നെ മറിച്ചു ജിമ്മിൽ മാത്രം പോയി കഴിഞ്ഞാൽ ഓട്ടത്തിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതും ഇല്ല. അപ്പൊ രണ്ടും വേണം. രണ്ടും വേറെ വേറെ ഉദ്ദേശത്തിന് വേറെ വേറെ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിന് വേറെ വേറെ എന്താ പറയാ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ രണ്ടും വേണം. രണ്ടും വേറെ വേറെ കാര്യങ്ങൾ. രണ്ടും എന്താ പറയാ രണ്ടും ഒഴിവാക്കാൻ പാടില്ല. ഇപ്പൊ മെഷീനിൽ ഓടുകയാണെങ്കിലോ വീട്ടിൽ ഇപ്പൊ നമ്മൾ അതും കുഴപ്പമില്ല. അത് ഓട്ടത്തിന്റെ അതേ കാര്യമാണ്. ട്രെഡ്മിൽ ഉപയോഗിക്കുന്നത് ട്രെഡ്മില്ലിന്റെ ക്വാളിറ്റി വളരെ വലിയ ഫാക്ടറാണ്. നല്ല ജിമ്മാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നല്ല ട്രെഡ്മിൽ അല്ലെങ്കിൽ അത് നമ്മളെ എന്താ പറയാ കുറച്ചൊരു അത് ഇതൊരു എന്താ പറയാ അഭിപ്രായമാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിലേക്ക് ഒരു സയന്റിഫിക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. നല്ല ട്രെഡ്മിൽ അല്ലെങ്കിൽ അത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ല ഒരേ പ്രയോജനമാണ്. പക്ഷെ പുറത്തുനിന്ന് വിടുമ്പോൾ ഇത് വേറെ കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിൽ നമ്മൾ കുറച്ചൊരു ഒരു എന്താ പറയാ കുറച്ച് മെക്കാനിക്കലാണ്. അത് നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ശുദ്ധവായു ഇന്ത്യയിലാണെങ്കിൽ കിട്ടില്ല ശുദ്ധവായു. സാധാരണഗതിയിലാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അത് വലിയ പ്രിവിലേജ് ആണ്. പുറത്തിറങ്ങി ഇപ്പൊ ലക്നൌവിലാണല്ലോ, ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടില് പുറത്തിറങ്ങി നടക്കുക, പുറത്തിറങ്ങി ഓടാനുള്ള പ്രിവിലേജ് ആണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ആക്ച്വലി അതൊക്കെ ഉപയോഗിക്കണം. വീട്ടിലിരിക്കാതെ. താങ്ക് യു സർ. ഓൾറെഡി വെയിറ്റ് കുറവാണെങ്കിൽ ഇങ്ങനെ ഓടി തുടങ്ങുമ്പോൾ പിന്നെ വെയിറ്റ് പിന്നെയും കുറയില്ല. അതാ പറഞ്ഞത്, നമ്മള് ഓടി തുടങ്ങുമ്പോ നമ്മള് വെയിറ്റ് കുറവാണ്. പക്ഷെ നമ്മള് അതിന്റെ ഭക്ഷണം കഴിച്ചു ഒന്നാമത്. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൽ ഇപ്പൊ ഓടാത്ത ആൾക്കാർ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പ്രോട്ടീൻ അങ്ങനെ കഴിക്കുക അങ്ങനെ ചിന്തകളൊന്നുമില്ല. ഓടി തുടങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പല കാര്യവും ശ്രദ്ധിച്ചു തുടങ്ങും നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നത് അതൊരു വെയിറ്റ് കുറയാനുള്ള കാരണം ആദ്യം മാറുന്നില്ല. പിന്നെ മുട്ടിന്റെ എല്ല് തേയ്മാനത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ആസ്മ റെസ്പിറേറ്ററി ഇഷ്യൂ ഉണ്ട്. അപ്പോ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പക്ഷെ മെറ്റബോളിസം കുറയുകയും ചെയ്യും. അപ്പോൾ ദഹനത്തിന് ഒരു ബുദ്ധിമുട്ടും വരും. അപ്പൊ വീണ്ടും വെയിറ്റ് കുറയും. നമ്മള് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഫുഡ് കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാവും അല്ലേ? അതെ അതെ. പക്ഷെ മുട്ടിന് ഓൾറെഡി ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. അതിന്റെ നമുക്കത് വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. എനിക്ക് അങ്ങനെ ഓൾറെഡി ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ അങ്ങനെ അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് മുട്ടിനെ ബലപ്പെടുത്താതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? മുട്ടിന് ചുറ്റുള്ള പേശികളെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എല്ലാ ജോയിന്റ്സിനും നമുക്ക് അത്ര ചെയ്യാൻ പറ്റും. ജോയിന്റ്സിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചുറ്റുള്ള പേശികളെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടതായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓടി തുടങ്ങാം. എന്റെ സ്റ്റുഡന്റ് ഗ്രേഡ് 3 ഓസ്റ്റിയോആർത്രൈറ്റിസ് ആയിരുന്നു. വളരെ മുട്ട് ഡോക്ടർമാരൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. പിന്നെ എന്റെ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ചിക്കു. അദ്ദേഹത്തിന്റെ ചികിത്സ കഴിഞ്ഞ് കുറെയൊക്കെ ബെറ്റർ ആയിട്ട് ഓടുന്നുണ്ട്. 10 കിലോമീറ്റർ ഒക്കെ വരെ ഓടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓടാൻ പറ്റില്ല മുട്ട്. ഡോക്ടറെ കണ്ടിട്ട് എന്താ കണ്ടീഷൻ, പിന്നെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്ത ശേഷം
നമസ്കാരം. ഡോക്ടറെ, അത് നമ്മളിപ്പോ പുതിയതായിട്ട് ഓടുന്ന ആള് ഒരു ദിവസം എത്ര നേരം ഓടണം? പുതിയതായിട്ട് ഓടുന്ന ആള് അത് പുതിയതായിട്ട് ഓടുന്ന ആളുടെ പ്രായം, അവരുടെ ഫിറ്റ്നസ് അനുസരിച്ചിരിക്കും. എപ്പോഴും ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഓടി തുടങ്ങുമ്പോ സംസാരിക്കാൻ പറ്റുന്ന പോലെ തന്നെ ഉള്ള സ്പീഡിൽ ആദ്യം ഒരു 5 മിനിറ്റ് ഓടുക, 10 മിനിറ്റ് ഓടുക. അതിൽ ഓക്കെ ആണെങ്കിൽ ഒരു ആദ്യം 2-3 ആഴ്ചയ്ക്ക് ശേഷം ഒരു 15 മിനിറ്റ് ആക്കുക. അങ്ങനെ കൂട്ടാൻ പാടില്ല. അങ്ങനെ കൃത്യമായിട്ട് നമ്പർ പറയാൻ പറ്റില്ല, അത് എനിക്ക് കറക്റ്റ് പരിചയമില്ലല്ലോ. അപ്പൊ ആദ്യം എപ്പോഴും എന്താ പറയാ, നമ്മുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അനുസരിച്ചിട്ട് ചെയ്യാനേ പറയാൻ പറ്റില്ല. ആദ്യം വോക്ക് റണ്ണൊക്കെ ചെയ്ത് ആദ്യം വോക്ക് ചെയ്യുക, റൺ ചെയ്യുക, വോക്ക് ചെയ്യുക, റൺ ചെയ്യുക. അവിടുന്ന് പതുക്കെ ഓടി തുടങ്ങും. ഓട്ടത്തിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് ഓടി തുടങ്ങി. എന്നിട്ട് എങ്ങനെ ബോഡി റെസ്പോണ്ട് ചെയ്തിട്ട് പതുക്കെ പതുക്കെ. ഓക്കെ സാർ. പിന്നെ ഓടുമ്പോ എങ്ങനെ ബനിയനും ട്രൗസർ അല്ലെങ്കിൽ പാന്റ് എന്തായിട്ടുണ്ട്? എന്താണെങ്കിൽ അതൊന്നും ഒരു നിയമങ്ങളൊന്നുമില്ല. ഷൂ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. റണ്ണിങ് ഷൂ ഉപയോഗിക്കണം. ബാക്കി വേഷമൊക്കെ നമ്മുടെ ഇപ്പൊ കാലാവസ്ഥ ഒക്കെ അനുസരിച്ചിരിക്കും, എന്ത് വേണമെങ്കിൽ. പൊതുവെ ഇപ്പൊ ചൂടുള്ള കേരളത്തില് മാർച്ച് ഏപ്രിലൊക്കെ ഓടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ക്യാപ്പ് വെച്ച് നല്ലതാണ്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ക്യാപ്പ് ഉപയോഗിക്കണം, നല്ലതാണ്. അതുപോലെ തന്നെ അധികം ഡാർക്ക് അല്ലാത്ത ഡ്രസ്സിലില്ല, ചൂട് കൂടുതൽ അബ്സോർബ് ചെയ്യുക. കറുപ്പ് ഡ്രസ്സിലിട്ട് ഓടുന്നത് നല്ലതായിരിക്കില്ല. ലൈറ്റ് കളർ ഡ്രസ്സുകൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ പ്രത്യേകമായിട്ട് എനിക്ക് ഉദ്ദേശിച്ചുള്ളൂ. ബാക്കി തന്നെ ഓരോ കാര്യം ടേസ്റ്റാണ്, ഇതൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങൾ. ഓക്കെ സാർ. പിന്നെ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ CPO ഇങ്ങനെ മാരത്തണിലൊക്കെ പങ്കെടുക്കുന്ന ആളായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അനിൽ അരവിന്ദ് എന്നാണ് അങ്ങനെ പേര്. കാരണം അറിയോന്ന് അറിഞ്ഞൂടാ. സോഫിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ CPO ആയിരുന്നു അങ്ങേര്. എറണാകുളത്താണ് വീട്. അപ്പൊ അങ്ങേര് ഈ മാരത്തോണിലൊക്കെ പങ്കെടുക്കുന്ന രാവിലെ 4 മണിക്ക് എഞ്ചിട്ട് 9 കിലോമീറ്റർ നടക്കും. അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ സാറിന് പരിചയമുണ്ടോന്ന് അറിഞ്ഞൂടാ, പറഞ്ഞു നോക്കാം. എല്ലാരും പൊതുവെ ഉള്ള കമ്പനിയുടെ സിഇഒനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓടുന്നുണ്ടാവും. ഓടുന്നുള്ളത് അല്ല, ഒരു പലപ്പോഴും വലിയ കമ്പനികളുടെ സിഇഒനൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓടുന്നുണ്ടാവും. ആളെ എല്ലാ ദിവസവും 4 മണിക്ക് 9 കിലോമീറ്റർ നടക്കാം. അങ്ങനത്തെ ഒരാളാണ്. ഇതിനുള്ള സംഭവം വേണല്ലോ, അത് മൊത്തത്തിലോട് നമ്മുടെ ശീലമായി മാറുന്നത് സംഭവമാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. താങ്ക് യു. വേറെ ചോദ്യങ്ങൾ? ഡോക്ടർ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നേ. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്, അതായത് വിസറൽ ഫാറ്റ് ബേൺ ആവുന്നത് വാക്കിങ്ങിലൂടെയാണെന്ന് പറഞ്ഞിട്ട്, ആസ് കമ്പയർഡ് ടു റണ്ണിങ്, വാക്കിംഗ് ആണ് വിസറൽ ഫാറ്റ് ബേൺ ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നത്? അതിപ്പോ നമ്മുടെ ബോഡിയിലെ എനർജി യൂസ് ചെയ്യണ പല പാർട്ടുകൾ ഉണ്ട്. അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാറ്റ് മെറ്റബോളിസം ഉണ്ടാവണമെങ്കിൽ എപ്പോഴും വാക്കിങ്ങിലൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ പറയാ എപ്പോഴും ഒരു 60% ഓഫ് മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയും. അപ്പൊ അത് ജോഗിങ് അങ്ങനെ ഇപ്പൊ നമ്മൾ സ്പ്രിന്റ് ചെയ്യാന്ന് വെച്ചോളൂ, സ്പീഡിൽ ഓടാന്ന് വെച്ചോളൂ. അപ്പൊ അവിടെ നമ്മുടെ ബോഡി ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് ആണ്, ഫാറ്റ് ഉപയോഗിക്കില്ല. അപ്പൊ എപ്പോഴും ജോഗിങ് അല്ലെങ്കിൽ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് നടക്കുക, നമ്മളൊരു പൊതുവേ പറയാ, ഇപ്പൊ നടക്കുകയാണെങ്കിൽ തന്നെ 10 മിനിറ്റിൽ 1 കിലോമീറ്റർ നടക്കുക, അതിന് താഴെ നടന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഫാറ്റ് ഉപയോഗിക്കും. ഓടുകയാണെങ്കിൽ പോലും ജോഗ് ചെയ്യുക, സ്ലോ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് മെറ്റബോളിസം, ഫാറ്റ് ബേൺ ചെയ്യും. സ്പ്രിന്റിങ്ങിനെ കുറിച്ചായിരിക്കും പറയണത്. സ്പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് നമ്മുടെ ബേൺ ആവില്ല. സ്ലോ ആയിട്ട് ഓടുക എന്നുള്ളതാണ് എനിക്ക്. ഫാസ്റ്റ് ആയിട്ട് നടക്കുക അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഓടുക, രണ്ടും നമ്മുടെ ബോഡിയിലെ കൊഴുപ്പിനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ബേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു ഡോക്ടർ. വേറെ ചോദ്യങ്ങൾ? വേഗം ചോദിച്ചോളൂ കേട്ടോ. അതിലൊക്കെ ഓടി തുടങ്ങൂലോ അല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും തുടങ്ങുന്നുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും ഓടാൻ പറ്റും. ചോദിച്ചോളൂ.
ഓടുക ജോഗിങ് എന്ന് പറയുന്നത് കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ 7 km/h റണ്ണിങ് ആണോ ജോഗിങ് ആണോ? എങ്ങനെയാണ് അതിനെയാണ് വ്യത്യാസപ്പെടുത്തുന്നത്? 7 കിലോ സ്പീഡല്ല ആക്ച്വലി നമ്മുടെ എന്താ പറയാ ജോഗിങ്ങിന്റെ മാനദണ്ഡം. നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ് നമ്മൾ കണക്കൂട്ടുന്നത്. അതും ആക്ച്വലി പറഞ്ഞേ ഒരാളുടെ ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ മാക്സിമം ഹാർട്ട് റേറ്റ് എന്നുള്ളത് അയാളുടെ 200 എളുപ്പത്തിൽ പറയാനും 220 മൈനസ് നമ്മുടെ ഏജ് ആണ് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. ഉദാഹരണത്തിന് എനിക്ക് 30 വയസ്സുണ്ട്. അപ്പൊ 220 മൈനസ് 30 190 എന്നുള്ളതാണ് എന്റെ മാക്സിമം ഹാർട്ട് റേറ്റ്. അപ്പൊ അതിന്റെ ഒരു 60 അല്ലെങ്കിൽ 70%, 60-70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 190 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 അല്ലെങ്കിൽ 110 ബീറ്റ്സ് പെർ മിനിറ്റ്. ആ ഒരു അളവിൽ ഓടുക എന്നുള്ളതാണ് നമുക്ക് റണ്ണിങ് എന്ന് പറയാൻ പറ്റും. അതിൽ താഴെ എത്ര പോയാലും അതിന് നമുക്ക് റണ്ണിങ് അല്ലെങ്കിൽ ജോഗിങ് എന്ന് പറയാം. അതിലേക്ക് താഴെ പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രയോജനം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ സ്പീഡല്ല അതിന്റെ മാനദണ്ഡം, ഹാർട്ട് റേറ്റ് ആണ് മാനദണ്ഡം. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓടുമ്പോ കിതയ്ക്കണം, പക്ഷെ സംസാരിക്കാനും പറ്റുന്നു. ആ ഒരു സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്കതിന് നല്ല ഓട്ടം എന്ന് പറയാം തുടക്കക്കാരെ സംബന്ധിച്ച്. സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പീഡിൽ ഓടാൻ നോക്കുക. അല്ലാതെ നമ്മൾ വളരെ നമ്പറുകളിലേക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്തതാണ് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത്.